മുനമ്പം വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച സർക്കാരിന്റെ നടപടി ഹൈക്കോടതി റദ്ദാക്കി. വഖഫ് സംരക്ഷണ വേദി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ഉത്തരവിട്ടത്. കടുത്ത രാഷ്ട്രീയ തിരിച്ചടിയായ തീരുമാനത്തിനെതിരെ അപ്പീൽ നൽകാനാണ് ഇപ്പോൾ സർക്കാരിന്റെ നീക്കം. സർക്കാരിന് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാനുള്ള അധികാരമുണ്ട്. പക്ഷേ വഖഫ് ഭൂമിയിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം വഖഫ് ബോർഡിനും ട്രിബ്യൂണലിനുമാണ്. ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച സർക്കാർ നടപടി ഹൈക്കോടതി റദ്ദാക്കി. നിജസ്ഥിതി അന്വേഷണം അറിയിക്കാനാണ് കമ്മീഷനെ നിയമിച്ചതെന്ന് സർക്കാർ വാദിച്ചെങ്കിലും ജസ്റ്റിസ് ബിച്ചു കുര്യൻ തോമസ് അംഗീകരിച്ചില്ല. ജുഡീഷ്യൽ കമ്മീഷൻ നിയമനത്തിൽ പൊതു താൽപര്യമില്ലെന്നും കോടതി കണ്ടെത്തി. മുനമ്പം സമരം പരിഹരിക്കാൻ സർക്കാർ കണ്ടെത്തിയ താൽക്കാലിക പരിഹാരമായിരുന്നു കമ്മീഷൻ നിയമനം. കോടതി വിധി തിരിച്ചടിയായതോടെ കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധിയാണ് മുന്നിലുള്ളത്. സമരസമിതി സർക്കാരിനെതിരെ രംഗത്ത് വന്നു. ജുഡീഷ്യൽ കമ്മീഷനെ വെക്കാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ മുനമ്പത്തെ തീരപ്രദേശത്തെ ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലുള്ള ജനങ്ങൾ വളരെ ശക്തമായി എതിർക്കുകയാണ് ചെയ്തത്. ജുഡീഷ്യൽ കമ്മീഷന്റെ പ്രവർത്തനത്തിലൂടെ മുനമ്പത്തെ തീരപ്രദേശത്തെ ജനങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി തന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ആ എതിർപ്പ് മാറ്റി ജുഡീഷ്യൽ കമ്മീഷനുമായി 100% സഹകരിച്ചത്. ഇനി ഞങ്ങൾക്ക് ഒരു സഹകരണമില്ല. കമ്മീഷന്റെ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞല്ലോ. ഞങ്ങൾക്ക് ഇനിയും ഈ കോടതി കയറിയിറങ്ങി സുപ്രീം കോടതിയിൽ വരെയും പോകാനായിട്ട് ഞങ്ങൾക്ക് ആവതില്ല. ബന്ധപ്പെട്ടവരിൽ ഹിയറിംഗ് നടത്തി അന്തിമ റിപ്പോർട്ട് നൽകാനിരിക്കെയാണ് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷന്റെ പ്രവർത്തനം തന്നെ കോടതി റദ്ദാക്കിയത്. തുടർ നടപടി സർക്കാർ തീരുമാനിക്കട്ടെ എന്നതാണ് കമ്മീഷന്റെ നിലപാട്. കമ്മീഷന്റെ നിയമനത്തിനെ ചോദ്യം ചെയ്ത് ഹൈക്കോടതി കേസ് വന്നപ്പോൾ കമ്മീഷൻ തൽക്കാലത്തേക്ക് പ്രവർത്തനം നിർത്തിവെച്ചു. ഇപ്പോൾ കമ്മീഷന്റെ നിയമന സാധ്യത ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഇനി കമ്മീഷൻ മുമ്പോട്ട് പോകേണ്ടതില്ല. ഗവൺമെന്റാണ് ഇനി തീരുമാനിക്കേണ്ടത്. ഗവൺമെന്റ് അപ്പീൽ കൊടുക്കണോ എന്ത് വേണമെന്ന് ഗവൺമെന്റ് തീരുമാനിക്കും. കണ്ടെത്തലുകളൊന്നും നടത്തിയിട്ടില്ല. തെളിവുകളൊക്കെ ശേഖരിച്ചു, കുറേ പേരെ കേട്ടു. പക്ഷേ കമ്മീഷൻ അതിനെക്കുറിച്ച് പഠിച്ച് തീരുമാനങ്ങളും ശുപാർശകളും റെഡിയാക്കി തീർന്നിട്ടില്ലായിരുന്നു. അതെല്ലാം ചെയ്യേണ്ട ആവശ്യം ഇനിയില്ലല്ലോ. കോടതി വിധി ഉണ്ടായ രാഷ്ട്രീയ പ്രതിസന്ധി മറികടക്കാനുള്ള ആലോചനകൾ സർക്കാർ തലത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. മേൽക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് ആദ്യ നീക്കമെന്നാണ് സൂചന. ന്യൂസ് 18 കൊച്ചി. മുനമ്പം കമ്മീഷനെതിരായ ഹൈക്കോടതി വിധിയിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട്. കോടതി വിധിയോടെ സർക്കാരിന്റെ കള്ളക്കളി പുറത്തായെന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. സർക്കാർ അപ്പീൽ നൽകുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇക്കാര്യം സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ്. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയതിനെതിരെ ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോകുവാനാണ് സർക്കാരിന്റെ തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ടി.ജി. സജിത്ത് ചേരുകയാണ്. ഇപ്പോൾ മന്ത്രി പി രാജീവ് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അതിലേക്ക് പഠിക്കാതൊന്നുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഇത് വഖഫാണോ അല്ലയോ എല്ലാം ഏൽപ്പിച്ചാലും ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും കൂടി ഏൽപ്പിച്ചാലും സർക്കാർ നിയമപ്രകാരമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ കോടതി എന്താ പറഞ്ഞത്? ഭൂമി ഇപ്പോൾ മാത്രമല്ല വിചാരണ ഘട്ടത്തിൽ പറഞ്ഞു ഇത് വഖഫ് ഭൂമിയാണെന്ന് വരെ കോടതി ആധികാരികമായിട്ട് തന്നെ ഒരു പരാമർശം നടത്തി. വിധിയിൽ അത് വരുമെന്ന് അറിയില്ല. എന്നാൽ അതല്ല എന്ന നിലയിലാണ് ഗവൺമെന്റ് വാദിച്ചിട്ടുള്ളത്. എങ്ങനെയാണെന്ന് ഇപ്പോൾ നമ്മൾ പറയുന്നില്ല. സ്വഭാവം ഏത് സ്വഭാവത്തിലുള്ളതാണെങ്കിലും സംരക്ഷിക്കണം. അപ്പം അതിന് ഒരു കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ നിലപാട് സ്വീകരിക്കുമ്പോഴാണ് ഒരു ആധികാരികതയും പിൻബലവും ഉണ്ടാവുകയുള്ളൂ. അവർ പറഞ്ഞത് ഇത് കൊണ്ടിരിക്കുന്ന ആളുകൾ, ബോണഫൈഡായിട്ട് താമസിക്കുന്ന ആളുകൾ, അവരുടെ അവകാശം സംരക്ഷിക്കപ്പെടണം. അപ്പം അതിന് ഏതെല്ലാം മാർഗങ്ങളുണ്ട് അതാണ് ജുഡീഷ്യൽ കമ്മീഷനോട് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നത്. ഏത് സ്വഭാവത്തിലുള്ളതാണെങ്കിൽ പോലും ദീർഘകാലമായി അവിടെ താമസിച്ചിരിക്കുന്ന ആളുകൾ, വളരെ സാധാരണക്കാരായ ആളുകളാണ് മഹാഭൂരിപക്ഷവും. അവരുടെ അവകാശം സംരക്ഷിക്കാൻ നിയമപരമായിട്ട് എന്താണ് സാധ്യത, അതാണ് ശുപാർശകൾ സമർപ്പിക്കാനായിട്ട് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നത്. അല്ല, പ്രതിപക്ഷം പറഞ്ഞത് കോടതി വിധിയെ ശരിവെക്കുകയാണെങ്കിൽ വഖഫ് അല്ല എന്ന് ഇത് ഒറ്റ നിമിഷം കൊണ്ട് സർക്കാരിന് തീരുമാനിക്കും. 10 സെക്കൻഡോ 10 മിനിറ്റ് കൊണ്ട് തീരുമാനിക്കാന്നാണല്ലോ പ്രതിപക്ഷം. പി രാജീവ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഹൈക്കോടതി വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോകുവാനാണ് സർക്കാരിന്റെ തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി ടി.ജി. സജിത്ത് ചേരുകയാണ്. സജിത്ത്, ഹൈക്കോടതി വിധിയിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി ഉണ്ടാവുമോ എന്ന് പോലും സർക്കാർ ആശങ്കപ്പെടുന്നുണ്ട്. അതായത് വഖഫ് ഭൂമിയാണ് എന്നുള്ള പരാമർശം വരുമോ എന്ന്. അപ്പോൾ ഇതുകൂടി മാറ്റി കിട്ടേണ്ടതുണ്ടല്ലോ. സ്വാഭാവികമായും ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകുമ്പോൾ സർക്കാർ ഇപ്പോഴും പറയുന്നത് ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് ജുഡീഷ്യൽ കമ്മീഷന്റെ ഒരു ശുപാർശ വേണം, എങ്കിലേ ഇത് സാധിക്കൂ എന്നാണല്ലോ. ഈ കാര്യം ചൂണ്ടിക്കാണിച്ചായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ഡിവിഷൻ ബെഞ്ചിലേക്ക് പോവുക.
പ്രതീക്ഷിച്ച തീരുമാനമാണ് സർക്കാരിൽ നിന്നും മഞ്ജുഷ. കാരണം അപ്പീൽ പോവുക സർക്കാരിനെ സംബന്ധിച്ച് പെട്ടെന്ന് ഇടപെടാൻ കഴിയുന്ന ഒരു സാധ്യതയാണ്. അതിലേക്ക് തന്നെയാണ് പോകുന്നത്. ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോവുക എന്നതാണ് സർക്കാരിന് മുന്നിലുള്ള വാദം. അതാണ് ഇപ്പോൾ നിയമമന്ത്രി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. നിയമമന്ത്രി രാജീവ് വ്യക്തമാക്കുന്നത് പോലെ സർക്കാരിന് ഇതിന്റെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഒരു തുടർ നീക്കം നടത്തണമെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മീഷന്റെ ശുപാർശ വേണം. അതാണ് കമ്മീഷൻ നിയമനത്തിന്റെ കാരണമെന്ന് പറയുന്നു. ഒപ്പം തന്നെ സർക്കാർ അവിടെയുള്ള ജനങ്ങൾക്ക് ഭൂമി നഷ്ടപ്പെടാതിരിക്കാനുള്ള നടപടിക്രമങ്ങൾ നടത്തുക, അതാണ് സർക്കാരിന്റെ ഉദ്ദേശ ലക്ഷ്യം. അതിന്റെ ഭാഗമായിട്ടാണ് കമ്മീഷനെ നിയമിച്ചത്. ഈ വാദമാണ് ഉന്നയിക്കുന്നത്. എന്തായാലും കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടി ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അപ്പീൽ പോവുക എന്ന നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. നിയമമന്ത്രി തന്നെ ഇക്കാര്യം മാധ്യമങ്ങളുടെ മുന്നിലെത്തി വേഗത്തിൽ തന്നെ പ്രഖ്യാപനം നടത്തുകയാണ്. കാരണം കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ട് സർക്കാരിന് മുന്നിൽ. അതുകൊണ്ടാണ് അപ്പീൽ പോവുക എന്ന തീരുമാനം വേഗത്തിൽ തന്നെ കൈക്കൊള്ളുന്നത്. അതേസമയം പ്രതിപക്ഷം സർക്കാരിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. മുനമ്പം കമ്മീഷനെതിരായ ഹൈക്കോടതി വിധിയിൽ സർക്കാരിനെതിരെ വിവിധ നേതാക്കൾ പ്രതികരിച്ചു. കോടതി വിധിയോടെ സർക്കാരിന്റെ കള്ളക്കളി പുറത്തായി എന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. കൂടിയാലോചനകളിലൂടെ പരിഹരിക്കാവുന്ന വിഷയത്തെ സർക്കാർ ജാഗ്രതയോടെ കൈകാര്യം ചെയ്തില്ല എന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ വിമർശനം. ഹൈക്കോടതി വിധി പിണറായി വിജയന്റെ മുഖത്തേറ്റ പ്രഹരമാണെന്ന് കെ. സുരേന്ദ്രൻ പറഞ്ഞു. മുനമ്പം കമ്മീഷനെ നിയോഗിച്ചത് പിണറായി വിജയന്റെ മാടമ്പിത്തരമെന്നായിരുന്നു പി.സി. ജോർജിന്റെ പ്രതികരണം. വഖഫ് ബോർഡിനെ കൊണ്ട് കുഴപ്പമുണ്ടാക്കിച്ച് പ്രശ്നമുണ്ടാക്കിച്ച് അത് നീട്ടിക്കൊണ്ടുപോയി ഒരു പൊളിറ്റിക്കൽ ഡിസിഷനാണ് എടുത്തത്. ഇനിയെങ്കിലും സർക്കാർ വേറെ തെറ്റായ വഴികൾക്ക് പോവാതെ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഒരു പെർമനന്റ് ടൈറ്റിൽ, എല്ലാത്തിനും പരിഹാരമായിട്ടുള്ള ഒരു നടപടി ഗവൺമെന്റ് സ്വീകരിക്കണം. ഗവൺമെന്റ് കാണിച്ച കള്ളക്കളിയാണ് ഇപ്പോൾ കോടതി വിധിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഞങ്ങൾ അന്നേ പറഞ്ഞു, ഈ ഒരു ജുഡീഷ്യൽ കമ്മീഷന് യാതൊരു തരത്തിലും പ്രവർത്തിക്കാനുള്ള അവകാശമില്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് മുസ്ലിം വോട്ടുകൾ മുഴുവൻ പെട്ടിയിലാക്കാൻ വേണ്ടി ക്രൈസ്തവ സമൂഹത്തിന്റെ ആശങ്കകൾ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവര് നടത്തിയ ഒരു നീക്കമായിരുന്നു ഇപ്പോൾ ഹൈക്കോടതിയുടെ പരാമർശം. പിണറായി വിജയന്റെ മുഖത്തേറ്റ ഏറ്റവും വലിയ പ്രഹരമാണ്. കേന്ദ്ര ഗവൺമെന്റ് അധികാരത്തിൽപ്പെട്ട കാര്യം പിണറായി വിജയൻ ഏറ്റെടുക്കാൻ പറ്റും. മുനമ്പ് ഇഷ്യയില് അവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് ഭൂമി കൊടുത്തേ മതിയാവും. പിണറായി വിജയൻ ചെയ്യേണ്ടിയിരുന്നത് അതിലെ കക്ഷികളെ കൊണ്ട് അപ്പീൽ കൊടുപ്പിച്ച് അതിന്മേൽ കോടതി വിധി മേടിക്കണമായിരുന്നു. എന്നിട്ടൊരു കമ്മീഷൻ വെക്കുന്നതിനെ പറ്റി ആലോചിക്കണം. കോടതി വിധി എന്താണെന്നുള്ളത് പരിശോധിച്ച് ആവശ്യമായ നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കും. മുനമ്പം പ്രശ്നത്തിൽ ഗവൺമെന്റ് എടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്ത ഒരു നയപരമായ നിലപാട് അത് അവിടുത്തെ കൈവശക്കാർക്ക് അനുകൂലമാണ്. അതുകൊണ്ട് എന്താണ് ഇപ്പോൾ കോടതി ഇങ്ങനെ ഒരു നിലപാടെടുത്തത് എന്നുള്ളത് അതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചതിന് ശേഷം പറയാൻ കഴിയുള്ളൂ.